ഹലോ സ്റ്റുഡൻസ്, ഓൺലൈൻ ബോട്ടണി ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ലീഫിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലീഫിൻ്റെ ടൈപ്പും ഫങ്ഷനും ഒക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലീഫിൻ്റെ അടുത്ത ഭാഗമാണ്, ദാറ്റ് ഈസ് ഫില്ലോടാക്സി. എന്താണ് ഫില്ലോടാക്സി എന്ന് പറഞ്ഞാൽ? ദി പാറ്റേൺ ഓഫ് അറേഞ്ച്മെൻറ്റ് ഓഫ് ലീവ്സ് ഓൺ ദ സ്റ്റെം ഓർ ബ്രാഞ്ച് ഈസ് കോൾഡ് ഫില്ലോടാക്സി. എന്ന് വെച്ചാൽ ഒരു സ്റ്റെമ്മിലോ അതിൻ്റെ ബ്രാഞ്ചസിലോ ഒക്കെ ലീഫ് എങ്ങനെയാണോ അറേഞ്ച് ചെയ്തിരിക്കുന്നത്, ആ അറേഞ്ച്മെൻറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഫില്ലോടാക്സി എന്ന് പറയുന്നത്. ഇടയ്ക്ക് ഇങ്ങനെയായിരിക്കും അറേഞ്ച്മെൻറ്റ്, ഇടയ്ക്ക് ഇങ്ങനെയായിരിക്കും. അപ്പോൾ ഓരോരോ സ്റ്റെമ്മിലും ബ്രാഞ്ചസിലും ഒക്കെ എങ്ങനെയാണ് ലീഫ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്, അറേഞ്ച്മെൻറ്റ് വിളിക്കുന്ന പേരാണെന്ത്, ഫില്ലോടാക്സി. അപ്പോൾ എങ്ങനെ പറയാം? ദി പാറ്റേൺ ഓഫ് അറേഞ്ച്മെൻറ്റ് ഓഫ് ലീവ്സ് ഓൺ ദ സ്റ്റെം ഓർ ബ്രാഞ്ച് ഈസ് കോൾഡ് എന്ത്, ഫില്ലോടാക്സി. ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് വരുമ്പോൾ പ്രധാനമായിട്ടും 3 തരം ഫില്ലോടാക്സി പറയാറുണ്ട്. ഒന്ന് ആൾട്ടർനേറ്റ് ഫില്ലോടാക്സി, മറ്റൊന്ന് ഓപ്പോസിറ്റ് ഫില്ലോടാക്സി, മറ്റൊന്ന് വേൾഡ് ഫില്ലോടാക്സി. ഇപ്പോൾ 3ആയിട്ട് പറയുന്നതൊക്കെ ആൾട്ടർനേറ്റ്, ഓപ്പോസിറ്റ്, വേൾഡ്. ആദ്യം ആൾട്ടർനേറ്റ് ഫില്ലോടാക്സി ശ്രദ്ധിക്കേ. ആൾട്ടർനേറ്റ് ഫില്ലോടാക്സി എന്ന് പറയുമ്പോൾ സിംഗിൾ ലീഫ് arise at each node. Okay, single leaf arise at each node in alternate manner. എന്ന് വെച്ചാൽ ഇതിപ്പോൾ ഒരു സ്റ്റെമ്മ് ഇതതിൻ്റെ നോഡുകൾ. ഇവിടെ ഓരോരു നോഡിൽ നിന്നും ഓരോരു ലീഫാണ് ഉണ്ടാവുന്നത്. കണ്ടോ, ഓരോരു നോഡിൽ നിന്നും ഓരോരു ലീഫ്. ഇങ്ങനെ സിംഗിൾ ലീഫ് എറൈസ് അറ്റ് ഈച്ച് നോഡ്. ഓരോ നോഡിൽ നിന്നും ഒറ്റ ലീഫേ ഉണ്ടാവുള്ളൂ. പിന്നെ ഇൻ ഓൾട്ടർനേറ്റ് എന്താണ് മാനർ, ഒന്നിവിടെ 2 ഇവിടെ 3 4 ആ രീതിയിൽ പോകും. അപ്പോൾ ഒന്നിൻ്റെ നേരമുള്ള 3 നേരം ഒരിക്കലും 2 ഉണ്ടാവില്ല. ഈ രീതിയിൽ വരുന്നതാണ് എന്ത്, ഓൾട്ടർനേറ്റ്. അപ്പോൾ അത് ഓൾട്ടർനേറ്റ് എന്ന് പറയുമ്പോൾ സിംഗിൾ ലീഫ് എറൈസ് അറ്റ് ഈച്ച് നോഡ് ഇൻ ഓൾട്ടർനേറ്റ് മാനർ. ഇതിന് എക്സാമ്പിളാണ് ചൈന റോസ്, നമ്മളെ ചെമ്പരത്തി, അതുപോലെ മസ്റ്റാർഡ് കടുകിൻ്റെ കേസ്, അതുപോലെ സൺഫ്ലവർ. ഇതൊക്കെ എന്തിന് എക്സാമ്പിളാണ്, ഓൾട്ടർനേറ്റ് ഫില്ലോടാക്സിക്ക് എക്സാമ്പിളാണ്. എന്തൊക്കെയാണ് എന്താ ഓൾട്ടർനേറ്റ് എന്ന് പറഞ്ഞാൽ? സിംഗിൾ ലീഫ് എറൈസ് അറ്റ് ഈച്ച് നോട്ട് ഇൻ ഓൾട്ടർനേറ്റ് മാനർ. എക്സാമ്പിൾ ചൈന റോസ്, മസ്റ്റാർഡ്, സൺഫ്ലവർ ഒക്കെ. അടുത്ത ഓപ്പോസിറ്റ് ഫില്ലോടാക്സി എന്ന് പറയുമ്പോൾ എ പെയർ ഓഫ് ലീവ്സ് എറൈസ് അറ്റ് ഈച്ച് നോഡ് ആൻഡ് ലൈ ഓപ്പോസിറ്റ് ടു ഈച്ച് അതർ. എന്ന് വെച്ചാൽ ഒരു നോഡിൽ നിന്ന് 2 ലീഫ് ഉണ്ടാവും. അതെങ്ങനെ അറേഞ്ച് ചെയ്യുന്നത്, ഇങ്ങനെ ഓപ്പോസിറ്റ് ആയിട്ട്. എന്ന് വെച്ചാൽ ഇതാ ഈ രീതിയിൽ കണ്ടോ, എ പെയർ ഓഫ് ലീവ്സ് ഉണ്ടോ എറൈസ് അറ്റ് ഈച്ച് നോഡ് ആൻഡ് ലൈ എന്താണ് ഓപ്പോസിറ്റ് ടു ഈച്ച് അതർ. അപ്പോൾ നോക്കണോ, ഒരു നോഡിൽ നിന്ന് എത്ര ലീഫാണ്, 2 ലീഫ്. ഇവിടെ ഒരു നോഡിൽ നിന്ന് 1 ലീഫല്ലേ വന്നേ, ഇവിടെ ഒരു നോഡിൽ നിന്ന് 2 ലീഫ് വരും. അതെങ്ങനെ അറേഞ്ച് ചെയ്യുന്ന, ലൈ ഓപ്പോസിറ്റ് ടു ഈച്ച് അതർ. അതിന് എക്സാമ്പിളാണ് ഗുവ മീൻസ് പേരക്ക, അതുപോലെ തന്നെ കലോട്രോപ്പിസ്, നമ്മളെ നാട്ടിലെ എരുക്ക് എന്നൊക്കെ പറഞ്ഞൊരു ചെടിയാണത്. അതുപോലെ തന്നെ ഇക്സോറ, തെച്ചി. ഇതൊക്കെ ഏത് കണ്ടീഷനാണ്, ഓപ്പോസിറ്റ് ഫില്ലോടാക്സിയാണ്. നമുക്ക് വേണമെങ്കിൽ ഓപ്പോസിറ്റ് തന്നെ 2ആയിട്ട് പറയാം. അത് നമുക്ക് പഠിക്കാനില്ല, എൻട്രൻസിന് വേണ്ടി എക്സ്ട്രാ പോയിൻ്റാണ്, ഓർത്ത് വെക്കുക. ഒന്ന് ഓപ്പോസിറ്റ് സൂപ്പർ പോസ്ഡും, മറ്റൊന്ന് ഓപ്പോസിറ്റ് ഡെക്യുസേറ്റും. അത് നമുക്ക് ഡെക്യുസേറ്റ് നോക്കാം. ഓപ്പോസിറ്റ് ഡെക്യുസേറ്റ് എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് ലീവ്സ് ഓഫ് സക്സസീവ് നോഡ്സ് ആർ പ്ലേസ്ഡ് അറ്റ് റൈറ്റ് ആംഗിൾ ടു ഈച്ച് അതർ. എന്ന് വെച്ചാൽ ഒന്നാമത്തെ നോഡിൽ നിന്ന് ഈ ഡയറക്ഷൻ ആണെങ്കിൽ രണ്ടാമത്തെ നോഡിൽ നിന്ന് ഈ ഡയറക്ഷൻ, മൂന്നാമത്തെ വീണ്ടും പഴയതുപോലെ ഈ രീതിയിൽ. എന്ന് വെച്ചാൽ ഒന്നാമത്തെ നോഡിൽ നിന്ന് ഈ ഡയറക്ഷനാണ് വിചാരിക്കുക, രണ്ടാമത്തെ നോഡിൽ നിന്ന് ലീഫ് അത് ഈ ഡയറക്ഷനായിരിക്കും, മൂന്നാമത്തെ വീണ്ടും ഇങ്ങനെ. അപ്പോൾ ഈ രീതിയിൽ വരും. അപ്പോൾ ഇവിടെ ഞാനൊരു വെർട്ടിക്കൽ ലൈൻ വരഞ്ഞാൽ 1 കുടുങ്ങിയാൽ 3 കുടുങ്ങുള്ളൂ, രണ്ടാമത്തെ പെയർ കുടുങ്ങില്ല. 2 ചേർത്ത് വരയ്ക്കുകയാണെങ്കിൽ 2ഉം 4ഉം കുടുങ്ങുക. കാരണം 2ഉം 4ഉം ഒരേപോലെ ആയിരിക്കും, 1ഉം 3ഉം ഒരേപോലെ ആയിരിക്കും. അപ്പോൾ ആ രീതിയിൽ ഇതാ ഡെക്യുസേറ്റ്. അങ്ങനെ വരുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതിൽ കലോട്രോപ്പിസും ഇക്സോർ എന്തിലേക്കാണ് പോവുക, ഡെക്യുസേറ്റ് കണ്ടീഷനിലാണ്. സൂപ്പർ പോസർ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ലീവ്സ് ഓഫ് 2 adjacent nodes are in same direction. എന്ന് വെച്ചാൽ ഒന്നാമത്തെ ലീഫ് ഈ ഡയറക്ഷൻ, രണ്ടാമത്തെ അങ്ങനെ തന്നെ, മൂന്നാമത്തെ അങ്ങനെ തന്നെ. അപ്പോൾ ഞാനൊരു വെർട്ടിക്കൽ ലൈൻ വരച്ചാൽ എല്ലാ നോഡത്തെ ലീഫും കൊടുക്കും. ആ രീതിയിൽ വരുന്നതാണ് എന്ത്, സൂപ്പർ പോസ്റ്റ്. അതിന് എക്സാമ്പിളാണ് ഗുവ.
GUVA അല്ലേ, ഗുവ, പേരക്ക. അപ്പോൾ ഇതാണ് എന്ത് ഓപ്പോസിറ്റ് രണ്ട് തരം. ഇത് നമുക്ക് പഠിക്കാനുള്ള എൻട്രൻസിന് വേണ്ടി മാത്രം ഞാൻ പറയുകയാണ്. ഓപ്പോസിറ്റ് നമുക്ക് എന്താണ് ഓപ്പോസിറ്റ് എന്ന് മാത്രമേ വേണ്ടൂ. ഇത് എക്സ്ട്രാ പറയുകയാണെന്ത് ഓപ്പോസിറ്റ് രണ്ട് തരം ഏതൊക്കെയാണ്? ഡെക്യൂസൈറ്റും ഉണ്ട്, സൂപ്പർപോസറും ഉണ്ട്. ഡെക്യൂസൈറ്റ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ എഴുതുക, ഓപ്പോസിറ്റ് ലീവ്സ് ഓഫ് സക്സസീവ് നോട്ട്സ് ആർ പ്ലേസ്ഡ് അറ്റ് റൈറ്റ് ആംഗിൾ ടു ഈച്ച് അതർ. എക്സാമ്പിൾ കലോട്രോപ്പിസ് ഇക്സോറ. ഓപ്പോസിറ്റ് സൂപ്പർപോസർ എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് ലീവ്സ് ഓഫ് ടു അഡ്ജസൻറ്റ് നോട്ട്സ് ആർ ഇൻ സെയിം ഡയറക്ഷൻ അല്ലെങ്കിൽ സെയിം വെർട്ടിക്കൽ ലൈൻ എന്ന് പറയും. എക്സാമ്പിൾ ഗുവ. വിത്ത് ഇൻട്രസ്റ്റിന് വേണ്ടി ഓർത്ത് വെക്കുക കേട്ടോ. നെക്സ്റ്റ് വേൾഡ്. വേൾഡ് എന്ന് പറഞ്ഞാൽ ചുറ്റുപോലെ. വേൾഡ് എന്ന് പറഞ്ഞാൽ മോർ ദാൻ 2 leaves arise at a node and form a world എന്ന് വെച്ചാൽ ഒരു നോഡിൽ നിന്ന് രണ്ട് കൂടുതൽ ലീഫ് വരും. ഞങ്ങളുടെ 3 വെച്ചാണ് വരയ്ക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു നോഡിൽ നിന്ന് തന്നെ മോർ ദാൻ 2 leaves arise and form a world, ഒരു ചുറ്റുപോലെ. ഇപ്പോൾ ആലോചിച്ച് നോക്കുക, ഇതിപ്പോൾ ഒരു സ്റ്റെമ്മിൻ്റെ നോഡാണെന്ന് വിചാരിക്കുക. ഇവിടെ നിന്ന് ഒരു ലീഫ് ഇങ്ങോട്ട് വന്നു, ഒരു ലീഫ് ഇങ്ങോട്ട് വന്നു. അപ്പോൾ നമുക്ക് ഓപ്പോസിറ്റ് എന്ന് പറയാം, ഡയറക്ഷൻ പറയാം. പക്ഷെ നോക്കിയേ, ഒരു ലീഫ് ഇങ്ങോട്ട്, ഒരു ലീഫ് ഇങ്ങോട്ട്, ഒരു ലീഫ് ഇങ്ങോട്ട്, അങ്ങനെ വന്നെങ്ങനെയാണ് പറയുക? ആ നോഡിന് ചുറ്റും വന്നു എന്നല്ലേ പറയാൻ പറ്റൂ. ഇതാണെന്ത് വേൾഡ് ഫില്ലോടാക്സി എന്ന് പറഞ്ഞാൽ. അപ്പോൾ മോർ ദാൻ 2 leaves arise at a node and form a world, ഒരു ചുറ്റുപോലെ, WHORL, ഒരു ചുറ്റുപോലെ. എക്സാമ്പിളാണ് അൽസ്റ്റോണിയ. അൽസ്റ്റോണിയ എന്ന് പറഞ്ഞാൽ നമ്മൾ 7 ലംബാല, ഒരു നോഡിന് 7 ഇല ഉണ്ടാവും, 7 ലംബാല, അൽസ്റ്റോണിയ. അതുപോലെ നീറിയം എന്ന് പറഞ്ഞാൽ അരളിപ്പോലെ, അതിൻ്റെ ലീഫും ഈ കണ്ടീഷനാണ്. അപ്പോൾ ഇതാണ് ഇവിടെ എന്ത് ഫില്ലോടാക്സി. വെരി ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ഓർത്ത് വെക്കുക. അപ്പോൾ എന്താ ഫില്ലോടാക്സി എന്ന് പറഞ്ഞാൽ? ദി പാറ്റേൺ ഓഫ് അറേഞ്ച്മെൻറ്റ് ഓഫ് ലീവ്സ് ഓൺ ദ സ്റ്റെം ഓർ ബ്രാഞ്ച് ഈസ് കോൾഡ് എന്ത് ഫില്ലോടാക്സി. 3 പറഞ്ഞ ഫസ്റ്റ് വൺ ഓൾട്ടർനേറ്റ്. പിന്നെ ഓൾട്ടർനേറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാം നമുക്ക് എണ്ണത്ത് തുടങ്ങാം. ആദ്യം 2, പിന്നെ 1, പിന്നെ 2 ലീഫ്, പിന്നെ 2 കൂടുതൽ, ആ രീതിയിലല്ലേ. അപ്പോൾ ഓൾട്ടർനേറ്റ് എന്ന് പറയുമ്പോൾ സിംഗിൾ ലീഫ് അറൈസ് അറ്റ് ഈച്ച് നോട്ട് ഇൻ ഓൾട്ടർനേറ്റ് മാനർ. എക്സാമ്പിൾ ചൈന റോസ്, മസ്റ്റാർഡ്, സൺഫ്ലവർ. അടുത്ത് opposite, a pair of leaves arise at each node and lie opposite to each other. Example Guva, Calotropis, Ixora. പിന്നെ എൻട്രൻസിന് വേണ്ടിയിട്ട് രണ്ടായിട്ട് ഓർത്ത് വെക്കുക. ഡെക്യൂസൈറ്റും ഉണ്ട്, ടെസ്റ്റിലൊന്നും കാണൂലേ, ഓർത്ത് വെക്കുക. ഡെക്യൂസൈറ്റും ഉണ്ട്, സൂപ്പർപോസറും ഉണ്ട്. ഡെക്യൂസൈറ്റ് എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് ലീവ്സ് ഓഫ് സക്സസീവ് നോട്ട്സ് ആർ പ്ലേസ്ഡ് അറ്റ് റൈറ്റ് ആംഗിൾ ടു ഈച്ച് അതർ. എക്സാമ്പിൾ നേരത്തെ പറഞ്ഞതിനെ മുറിച്ചാൽ മതി, ഏതൊക്കെയാണ്? കലോട്രോപ്പിസും ഇക്സോറയും. സൂപ്പർപോസർ എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് ലീവ്സ് ഓഫ് 2 adjacent nodes ആർ ഇൻ സെയിം ഡയറക്ഷൻ അല്ലെങ്കിൽ സെയിം വെർട്ടിക്കൽ ലൈൻ. എക്സാമ്പിൾ ഗുവ. ഇനി വേൾഡ്, മോർ ദാൻ 2 leaves arise at a node and form a world. എക്സാമ്പിൾ അൽസ്റ്റോണിയ. അതുപോലെ തന്നെ മറ്റൊരു എക്സാമ്പിളാണ് എന്ത് നീറിയം. ഇത്രയാണ് എന്തിൽ വരുന്നത് ഫില്ലോടാക്സി എന്ന് പറഞ്ഞാൽ. ഇനി നമുക്ക് ലീഫിൽ പഠിക്കാനുള്ള ലാസ്റ്റ് ഭാഗം, ദാറ്റ് ഈസ് മോഡിഫിക്കേഷൻസ് ഓഫ് ലീഫ്. ഓൾറെഡി നമ്മൾ സ്റ്റെം മോഡിഫിക്കേഷൻസും അതുപോലെ തന്നെ റൂട്ട് മോഡിഫിക്കേഷൻസും ഒക്കെ നമ്മൾ പഠിച്ച് കഴിഞ്ഞതാണ്. ഇത് നമ്മളിവിടെ എന്തിലേക്ക് വരുവാണ്? ലീഫ് മോഡിഫിക്കേഷൻസ് ആണ്. ശ്രദ്ധിക്കുക. ലീഫ് മോഡിഫിക്കേഷൻസ് ഓഫ് ലീഫ്. ശ്രദ്ധിക്കുക. ലീവ്സ് ആർ ഓഫൺ മോഡിഫൈഡ് ടു പെർഫോം സം സ്പെഷ്യൽ ഫങ്ഷൻസ്. എന്ന് വെച്ചാൽ ലീവ്സ് ആർ ഓഫൺ മോഡിഫൈഡ് ടു പെർഫോം എന്താണ്? ഫങ്ഷൻസ് അതർ ദാൻ ഫോട്ടോസിന്തസിസ്. അങ്ങനെയും പറയാം. എന്ന് വെച്ചാൽ ലീഫ് എന്ത് ചെയ്യുക? ചില പ്രത്യേക ഫങ്ഷൻ ചെയ്യാൻ വേണ്ടി ലീഫ് മോഡിഫൈഡ് ആവുക. അപ്പോൾ നമുക്കറിയാം ലീഫ് ചെയ്യുന്ന കോമൺ മെയിൻ ഫങ്ഷൻ എന്താ? ഫോട്ടോസിന്തസിസ് ആണ്. അതല്ലാതെ മറ്റേതെങ്കിലും സ്പെഷ്യൽ ഫങ്ഷനൊക്കെ ആര് ചെയ്തേക്കാം? ലീഫ് ചെയ്തേക്കാം. അതിനെ വിളിക്കുന്ന പേരാണെന്ത്? ലീഫ് മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ. അപ്പം ഇങ്ങനെ പറയാം, ലീവ്സ് ആർ ഓഫൺ മോഡിഫൈഡ് ടു പെർഫോം ഫങ്ഷൻസ് അതർ ദാൻ ഫോട്ടോസിന്തസിസ്. ഓരോന്നിലേക്ക് വരാം. അതിൽ വരുന്ന ഒന്ന്, ഫസ്റ്റ് പോയിന്റ്, ലീഫ് ടെൻഡ്രിൽസ്. ഓൾറെഡി നമ്മൾ സ്റ്റെം ടെൻഡ്രിൽ പഠിച്ചില്ലേ? അതുപോലെ ലീഫ് ടെൻഡ്രിൽ. എന്താ ലീഫ് ടെൻഡ്രിൽ എന്ന് പറഞ്ഞാൽ, ഇൻ സം പ്ലാന്റ്സ്, ചില ചെടികളിൽ ലീഫ് ഓർ എ പാർട്ട് ഓഫ് ലീഫ്, ലീഫ് കംപ്ലീറ്റ് ആവണമെന്ന് ലീഫിൻ്റെ ഏതെങ്കിലും ഭാഗങ്ങളായാലും മതി, ഓർ എ പാർട്ട് ഓഫ് ലീഫ് മോഡിഫൈഡ് ഇൻ ടു ഗ്രീൻ ലോങ് ത്രെഡ് ലൈക്ക് സ്ട്രക്ചർ കോൾഡ് ലീഫ് ടെൻഡ്രിൽ. ഇറ്റ് ഹെൽപ്പ് പ്ലാന്റ് ടു ക്ലൈംബ് അല്ലേ? അത് പ്ലാന്റ്സിനെ മറ്റൊന്ന് നമ്മൾ ക്ലൈംബ് ചെയ്യാനാണ് സഹായിക്കുക. അതാണെന്ത്? ലീഫ് ടെൻഡ്രിൽ എന്ന് പറഞ്ഞാൽ. അതിന് എക്സാമ്പിളാണ് ഇപ്പോൾ പയർ. മറ്റൊരു എക്സാമ്പിളാണ് ഗ്ലോറിയോസ, മേന്തോന്നി എന്ന് പറഞ്ഞ ചെടിയാണ്. ഇപ്പോൾ പീയിലേക്ക് വരുമ്പോൾ ഞാൻ കുറച്ചുകൂടി ഡീറ്റെയിൽ ആക്കാം. പീയിൽ നമ്മൾ ഇങ്ങനെയാണ് കാണുക. അതിൻ്റെ ലീഫ് ഒരു കോമ്പൗണ്ട് ലീഫാണ് നമുക്ക് വരിക. അതിൽ അടുത്ത ലീഫ്ലെറ്റ്, ഇതൊരു കോമ്പൗണ്ട് ലീഫാണ്. അപ്പോൾ ഇതൊക്കെ ഓരോ ലീഫ്ലെറ്റാണ്. അടുത്ത ലീഫ്ലെറ്റ് നോക്ക്, സ്പ്രിങ് ആയി, കണ്ടോ?
അപ്പോൾ ഇവിടെ പിയിൽ നമ്മൾ പറയും ലീഫ് ടെൻഡിൽ തന്നെ നമ്മൾ പറയുക ലീഫ് ലെറ്റ് ടെൻഡിൽ എന്നാണ് പറയുക. അതുപോലെ ഗ്ലോറിയോസയുടെ പ്രത്യേകത, ഇത് ഗ്ലോറിയോസയുടെ ലീഫാണ്. ഈ ഗ്ലോറിയോസ എന്ന് പറഞ്ഞ ചെടി ലീഫിന് അറ്റങ്ങ് സ്പ്രിങ് ആയിപ്പോവും, ബാക്കി ലീഫ് അതുപോലെ തന്നെ ഉണ്ടാവും. അത് നമ്മളിങ്ങനെ വിളിക്കുക ലീഫ് ടിപ്പ് ടെൻഡൽ എന്നാണ്. അപ്പം അങ്ങനെ പല തരത്തിൽ എന്തുണ്ട് ലീഫ് ടെൻഡിലുണ്ട്. അവിടെ ഞാൻ ഡെഫിനേഷൻ ഇങ്ങനെ പറഞ്ഞു, ഒന്നുകിൽ ലീഫ് കംപ്ലീറ്റ് അല്ലെങ്കിൽ ലീഫിൻ്റെ ഏതെങ്കിലും ഭാഗങ്ങളൊക്കെ എന്തായിട്ട് മാറാം, സ്പ്രിങ് ലൈക്ക് സ്ട്രക്ചറായിട്ട് മാറാം. അതിന് വിളിക്കുന്നവരാണ് എന്ത് ലീഫ് ടെൻഡൽ. അപ്പോൾ ഇങ്ങനെ പറയുക ഇൻ സം പ്ലാന്റ്സ് ലീഫ് or a part of leaf gets modified into green long thread like structure called എന്താണ് leaf tendril. It help plant to എന്താണ് climb. Example P. അതിന് നമുക്ക് എന്ത് വിളിക്കാം ലീഫ്ലെറ്റ് ടെൻഡൽ എന്ന് വിളിക്കാം. പിന്നെ ഗ്ലോറിയോസ എന്ന് വിളിക്കാം. എന്താ അതിൻ്റെ മറ്റേ പ്രത്യേകത എന്താ ലീഫ് ടിപ്പ് ടെൻഡൽ. അടുത്തത് സ്പൈൻസ്, രണ്ടാമത്തെ മോഡിഫിക്കേഷൻ. ഇത് ഓൾറെഡി ഞാൻ പറഞ്ഞതാണ്. ഇൻ പ്ലാന്റ്സ് ലൈക്ക് കാക്ടസ്, കാക്ടസ് എന്ന് പറഞ്ഞാൽ നമ്മളെ അപ്പം കള്ളി മുളിച്ചെടി. ലീവ്സ് ആർ മോഡിഫൈഡ് ഇൻ ടു സ്പൈൻസ്. ഓർമ്മ കാണും കാക്ടസിൽ നമ്മൾ വർഷോർമ്മയിലായിരുന്നു. എന്താ സംഭവിച്ചാൽ ഇലകളാണ് ഇങ്ങനെ മുള്ളുകളായിട്ട് മാറിയത്. ഇലകൾ മുള്ളാകുമ്പോൾ നമുക്ക് എന്താ വിളിക്കുക, അതിനെ സ്പൈൻസ് എന്നല്ലേ വിളിക്കുക. തണ്ടിലാണെങ്കിൽ നമ്മൾ തോൺസ് എന്ന് പറയും പോലെ ഇതെന്താണ് സ്പൈൻസ് എന്നാണ് വിളിക്കുക. അപ്പോൾ ഇലകൾ എന്തായിട്ട് മാറി അവിടെ മുള്ളുകളായി, അതാണ് എന്ത് സ്പൈൻസ്. അപ്പോൾ ഇലകൾ മുള്ളായ നമ്മൾ സ്പൈൻസ് എന്ന് വിളിക്കും, തണ്ടിൽ നമ്മൾ തോൺസ് എന്നൊക്കെയാണ് പറയുക. അപ്പോൾ എങ്ങനെയാണ് പറയുക ഇൻ പ്ലാന്റ്സ് ലൈക്ക് കാക്ടസ് ലീവ്സ് ആർ മോഡിഫൈഡ് ഇൻ ടു എന്താണ് സ്പൈൻസ്. അതിൻ്റെ ഫംഗ്ഷൻ എന്താ, ഇറ്റ് പ്രൊട്ടക്ട് പ്ലാന്റ് ഫ്രം ഗ്രേസിങ് ആനിമൽസ്. കാരണം ഇപ്പോൾ കള്ളിമുൾച്ചെടിയിൽ മുള്ളുള്ളത് കൊണ്ട് പെട്ടെന്ന് പശുവൊന്നും കഴിക്കില്ല, ഈറ്റ് ചെയ്യൂല, കാരണം എന്ത് കിട്ടി പ്രൊട്ടക്ഷൻ കിട്ടി. അപ്പോൾ ഇറ്റ് പ്രൊട്ടക്ട് പ്ലാന്റ്സ് ഫ്രം എന്താണ് ഗ്രേസിങ് ആനിമൽസ്. അതുമാത്രമല്ല ആൻഡ് ഓൾസോ റെഡ്യൂസ് സർഫസ് ഏരിയ ഫോർ ട്രാൻസ്പിറേഷൻ. അത് ട്രാൻസ്പിറേഷൻ്റെ ഏരിയ എന്ത് ചെയ്യുന്നു റെഡ്യൂസ് ചെയ്യും. നമുക്കറിയാം ഇലകൾ വഴിയാണ് എന്ത് നടക്കുക വാട്ടർ നഷ്ടപ്പെടുന്നത്, ഏത് രൂപത്തിൽ വേപ്പർ രൂപത്തിൽ നമ്മൾ ട്രാൻസ്പിറേഷൻ എന്ന് പറയും. അപ്പോൾ ഇലകൾ അവിടെ ചുരുങ്ങി 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 മുള്ളുകളായതാണ്. അപ്പോൾ എന്ത് കുറഞ്ഞു, ട്രാൻസ്പിറേഷൻ്റെ ഏരിയ അവിടെ എന്ത് ചെയ്തു കുറഞ്ഞു. അപ്പോൾ ഇതാണ് എന്തിൻ്റെ ഫംഗ്ഷൻ സ്പൈൻസിൻ്റെ. അപ്പോൾ എന്തൊക്കെയാണ് പറയുക ഇൻ പ്ലാന്റ്സ് ലൈക്ക് കാക്ടസ് ലീവ്സ് ആർ മോഡിഫൈഡ് ഇൻ ടു സ്പൈൻസ്. ഇറ്റ് പ്രൊട്ടക്ട് പ്ലാന്റ് ഫ്രം ഗ്രേസിങ് ആനിമൽസ്. പിന്നെയോ ആൻഡ് ഓൾസോ റെഡ്യൂസ് സർഫസ് ഏരിയ ഫോർ എന്താണ് ട്രാൻസ്പിറേഷൻ. ഇനി അടുത്ത മോഡിഫിക്കേഷൻ സ്റ്റോറേജ്. ഇതും ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്. സ്റ്റോറേജിലേക്ക് ലീഫിൽ ഫുഡ് സ്റ്റോറേജ് വരുമ്പോൾ ഫ്രഷ് ലീവ്സ് ഓഫ് ഒണിയൻ ആൻഡ് ഗാർലിക് സ്റ്റോർ ഫുഡ് മെറ്റീരിയൽസ്. നമ്മൾ ഒണിയൻ ഗാർലിക് ഇല്ലേ, ഉള്ളി വെളുത്തുള്ളിയൊക്കെ, അതിലൊക്കെ ഫുഡ് സ്റ്റോർ ചെയ്യുന്നത് ഇവിടെ അണ്ടർഗ്രൗണ്ട് സ്റ്റെമ്മിൽ സ്കെയിൽ ലീവ്സിലല്ലേ ഫുഡ് സ്റ്റോർ ചെയ്യുന്നത്. അതാണ് എന്ത് സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഏതൊക്കെ എക്സാമ്പിൾ ഏതൊക്കെയാണ് ഒണിയനും അതുപോലെ ഗാർലിക്കും. ഓക്കെ, ഫ്രഷ് ലീവ്സ് എന്താണ് മോഡിഫൈഡ് സ്റ്റോർ എന്ത് ഫുഡ് മെറ്റീരിയൽസ്. ഇനി അടുത്തത് ഫില്ലോഡ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിക്കുക. ഓൾറെഡി നമ്മളൊരു ഫില്ലോ ക്ലാഡ് പഠിച്ചിട്ടുണ്ടായിരുന്നു, ക്ലാഡോടും പഠിച്ചു. ഇത് ഫില്ലോഡ്. ഫില്ലോ ക്ലാഡും ക്ലാഡോട് സ്റ്റെം മോഡിഫിക്കേഷനാണ്, ഫില്ലോഡ് ലീഫ് മോഡിഫിക്കേഷനാണ്. എന്താ സംഭവം എന്ന് വെച്ചാൽ ഇൻ ഓസ്ട്രേലിയൻ അക്കേഷ്യ ചെടിയിൽ ഇൻ ഓസ്ട്രേലിയൻ അക്കേഷ്യ ലീവ്സ് ആർ സ്മോൾ ആൻഡ് ഷോർട്ട് ലീവ്ഡ്. അക്കേഷ്യയുടെ പ്രത്യേകത ലീഫ് വളരെ ചെറുതും അതുപോലെ ഷോർട്ട് ലീവ്ഡുമാണ്. അത് പെട്ടെന്ന് അങ്ങ് എന്ത് ചെയ്തു പോകും, ഇല്ലാതായി പോകും, അപ്പോൾ വീണു പോവാണ്. അപ്പോൾ ലീവ്സ് ആർ സ്മോളും ആണ് ഷോർട്ട് ലീവ്ഡുമാണ്. അത്തരം ചെടികളിൽ ദ പീറ്റിയോൾ ഇൻ ദീസ് അതിൻ്റെ പീറ്റിയോൾ എന്ത് ചെയ്തു, പീറ്റിയോൾ ഇൻ ദീസ് പ്ലാന്റ് എക്സ്പാൻഡായി ബിക്കം ഗ്രീൻ ആൻഡ് സിന്തസിസ് ഫുഡ്. എന്ന് വെച്ചാൽ നമ്മൾ ഈ അക്കേഷ്യ ചെടികൾ ഇങ്ങനെ സിക്കിൾ പോലത്തെ വലിയ ലീഫ് നിങ്ങൾക്ക് കാണാം. ആക്ച്വലി ഇത് അതിൻ്റെ ലീഫല്ല, അതിൻ്റെ പീറ്റിയോളാണ്. പീറ്റിയോൾ വീതിയായിട്ട് ലീഫിനെ പോലെ മാറിയതാണ്. ഈ മോഡിഫിക്കേഷൻ നമ്മൾ എന്ത് വിളിക്കുക, ഫില്ലോഡ് എന്ന് പറയുക. അപ്പോൾ എന്താ ഫില്ലോഡ് എന്ന് പറഞ്ഞാൽ ഇൻ ഓസ്ട്രേലിയൻ അക്കേഷ്യ ദ ലീവ്സ് ആർ സ്മോൾ ആൻഡ് ഷോർട്ട് ലീവ്ഡ്. ദ പീറ്റിയോൾ ഇൻ ദീസ് പ്ലാന്റ് എക്സ്പാൻഡ് ബിക്കം ഗ്രീൻ ആൻഡ് സിന്തസിസ് ഫുഡ്. ഇതാണ് എന്ത് ഫില്ലോഡ്. അപ്പോൾ ഫില്ലോഡും ഫില്ലോ ക്ലാഡോടും മാറിപ്പോരുത് കേട്ടോ. ഇനി ലാസ്റ്റ് മോഡിഫിക്കേഷൻ ഇൻസെക്റ്റിവോറസ് പ്ലാന്റ്സ്. ഇൻസെക്റ്റിവോറസ് പ്ലാന്റ്സിലേക്ക് വരാം. ഇൻസെക്റ്റിവോറസ് പ്ലാന്റ്സ് സച്ച് ആസ് ഇപ്പം പിച്ചർ പ്ലാന്റ് അല്ലെങ്കിൽ നമ്മൾ നെപ്പന്തസ് എന്ന് വിളിക്കും. അതുപോലെ തന്നെ വീനസ് ഫ്ലൈ ട്രാപ്പ്, മറ്റൊരു പേര് ഡയോണിയ. ഇതിലൊക്കെ ലീവ്സ് ആർ മോഡിഫൈഡ് ടു ട്രാപ്പ് ഇൻസെക്ട്സ്. ഇതോടെ പറയാൻ കാരണം ഇത്ര ഇൻസെക്റ്റിവോറസ് പ്ലാന്റ്സിൽ ഇൻസെക്റ്റിനെ പിടിക്കുന്ന സ്ട്രക്ചറായിട്ട് മാറുന്ന ആരാണ്, ലീവ്സ് ആണ്. അപ്പോൾ നമ്മൾ പിച്ചർ പ്ലാന്റിലേക്ക് വരുമ്പോൾ ഇൻ പിച്ചർ പ്ലാന്റ് പിച്ചർ പ്ലാന്റാക്കി മാറ്റുകയാണ്. ലാമിന ഈസ് മോഡിഫൈഡ് ഇൻ ടു
എന്താണ് പിക്ചർ എന്ന് വെച്ചാൽ ആ ലാമിനയുടെ അറ്റത്ത് ഇങ്ങനെ സഞ്ചി പോലെയാവും. ഇതാണ് പിക്ചർ എന്ന് പറയും. അതിനുള്ളിട്ട് ഒരടപ്പൊക്കെ ഉണ്ടാവും. അതിലേക്ക് ഇൻസെറ്റ് വീഴും, അതങ്ങ് അടയും. അതിനകത്ത് വെച്ച് ഇൻസെറ്റിനെ ഡൈജസ്റ്റ് ചെയ്യുക. അവിടെ ലാമിൻ എന്തായിട്ട് മാറി? ഒരു പിക്ചർ പോലെ. അതുപോലെ വീനസ് ഫ്ലൈ ട്രാപ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ട്. വീനസ് ഫ്ലൈ ട്രാപ്പിൻ്റെ പ്രത്യേകത അവിടെ ലാമിന ഒരു ടൂത്തഡ് ജോസ് പോലെയാണ്. ഇങ്ങനെ ഈ രീതിയിൽ ഒരു ടൂത്തഡ് ജോസായിട്ട് കാണാം. അതിൽ ഇൻസെറ്റ് വന്ന് വീഴുമ്പോൾ അതിങ്ങനെ അടയുക ചെയ്യുക. കണ്ടിട്ടുണ്ടാകും നിങ്ങൾ. അതാണ് വീനസ് ഫ്ലൈ ട്രാപ്പ്. അപ്പോൾ ഇതിലൊക്കെ ലീഫാണ് എന്തായിട്ട് മാറുന്നത്? ഇൻസെറ്റിനെ ട്രാപ്പ് ചെയ്ത സ്ട്രക്ചറായിട്ട് മാറുന്നത്. അപ്പോൾ നമുക്കൊരു സംശയം അവിടെ ഉണ്ടായിട്ടുണ്ടാവും, എന്തിനാണ് അത് ഇൻസെറ്റിനെ പിടിക്കുന്നത്? അത് ശ്രദ്ധിക്കുക. ഇത്ര ഇൻസെക്റ്റിവോറസ് പ്ലാന്റ്സ് ജനറലി ഗ്രോൺ ഇൻ എന്താണ്? നൈട്രജൻ ഡെഫിഷ്യൻറ്റ് സോയിൽ. ഇത്തരം ഇൻസെക്റ്റിവോറസ് പ്ലാന്റ്സ് സാധാരണ ഗ്രോ ചെയ്യുന്ന നൈട്രജൻ കിട്ടാത്ത മണ്ണിലാണ്. അപ്പോൾ ഇത്തരം ചെടികൾക്ക് നൈട്രജൻ കിട്ടാൻ വേണ്ടിയാണ് ആരെ പിടിക്കുന്ന? ഇൻസെക്റ്റിന്. അല്ലാണ്ട് ഫുഡ് ആക്കാൻ വേണ്ടിയല്ല. ഫുഡ് ഫോട്ടോസിന്തസിസ് ചെയ്യുന്നുണ്ട്, പക്ഷേ അത് നൈട്രജൻ കിട്ടാൻ വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്? ഇൻസെക്റ്റിനെ ട്രാപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഇൻസെക്റ്റിവോറസ് പ്ലാന്റ്സിൻ്റെ മോഡിഫിക്കേഷൻ. അപ്പോൾ ഇത്രയാണെന്ത്? മോഡിഫിക്കേഷൻസ് ഓഫ് ലീഫ് കംപ്ലീറ്റ് ചെയ്തു. ഒന്നുകൂടി പറയാം. ലീവ്സ് ആർ ഓഫൺ മോഡിഫൈഡ് ടു പെർഫോം എന്താണ്? സം അല്ലെങ്കിൽ മോഡിഫൈഡ് ടു പെർഫോം ഫങ്ഷൻസ് അതർ ദാൻ ഫോട്ടോസിന്തസിസ്. എക്സാമ്പിൾ ലീഫ് ടെൻഡ്രിൽ. ലീഫ് ടെൻഡറിലേക്ക് വരുമ്പോൾ ഇൻ സം പ്ലാന്റ്സ് leaf or a part of leaf gets modified into green long thread like structure called leaf tendril. It help plant to എന്താണ്? climb. എക്സാമ്പിൾ പി, അതുപോലെ തന്നെ ഗ്ലോറിയോസി ഒക്കെ പറഞ്ഞു. അടുത്ത പറഞ്ഞത് എന്താണ്? സ്പൈൻസ് ആയിരുന്നു. ഇൻ പ്ലാന്റ്സ് ലൈക്ക് കാക്ടസ് ലീവ്സ് ആർ മോഡിഫൈഡ് ഇൻ ടു എന്താണ്? സ്പൈൻസ്. ഇറ്റ് പ്രൊട്ടക്ട് പ്ലാന്റ് ഫ്രം ഗ്രേസിങ് ആനിമൽസ് ആൻഡ് ഓൾസോ റെഡ്യൂസ് സർഫസ് ഏരിയ ഫോർ ട്രാൻസ്പിറേഷൻ. പിന്നെ സ്റ്റോറേജ്. ഫ്ലഷി ലീവ്സ് ഓഫ് ഒണിയൻ ആൻഡ് ഗാർലിക് സ്റ്റോർ ഫുഡ് മെറ്റീരിയൽസ്. പിന്നെ പറഞ്ഞത് നമ്മൾ ഫില്ലോഡാണ്. ഇൻ ഓസ്ട്രേലിയൻ അക്കേഷ്യ ദ ലീവ്സ് ആർ സ്മോൾ ആൻഡ് ഷോർട്ട് ലീവ്ഡ്. ദ petiole in these plants expand, become green and synthesis food. Last, insectivorous plants. In insectivorous plants such as pitcher plant, അതുപോലെ വീനസ് ഫ്ലൈ ട്രാപ്പ്, ലീവ്സ് ആർ മോഡിഫൈഡ് ടു ട്രാപ്പ് ഇൻസെക്ട്സ്. പിന്നെ ഓർത്ത് വെക്കുക, ഇത്ര ഇൻസെക്റ്റിവോറസ് പ്ലാന്റ്സ് യൂഷ്വലി ജനറലി ഗ്ലോ ഇൻ എന്താണ്? നൈട്രജൻ ഡെഫിഷ്യൻ സോയിൽ. ഇപ്പോൾ നൈട്രജൻ കിട്ടാൻ വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്? ട്രാപ്പ് എന്താണ്? ഇൻസെക്ട്സ്. ഇത്രയാണ് എന്ത്? ലീഫ് മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതോടെ നമ്മൾ ലീഫ് നമ്മൾ എന്തായി? കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇന്നിപ്പോൾ ഫില്ലോടാക്സിയും അതുപോലെ തന്നെ മോഡിഫിക്കേഷൻ ഓഫ് ദ ലീഫാണ് നമ്മൾ എന്ത് ചെയ്തത്? പറഞ്ഞത്. ഇതോടെ ലീഫ് എന്തായി? കംപ്ലീറ്റ് ആയി. അപ്പോൾ നമ്മൾ ഓൾറെഡി ലീഫ് നമ്മൾ എന്ത് ചെയ്തു? കംപ്ലീറ്റ് ചെയ്തു. ഇതോടെ വെജിറ്റേറ്റീവ് പാർട്ട് കംപ്ലീറ്റ് ആയി. ഇത് നമുക്ക് റീപ്രൊഡക്റ്റീവ് പാർട്ടാണ് പറയാനുള്ളത്. ഏതാണ്? ഫ്ലവേഴ്സ് അല്ലേ? ഇത് നമ്മൾ ഫ്ലവേഴ്സിലേക്ക് പോകാം. ശ്രദ്ധിക്കാം. നമുക്കറിയാം ഫ്ലവേഴ്സ് ആർ ദി റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ഓഫ് ആൻജിയോസ്പേം. ശരിയല്ലേ? ആൻജിയോസ്പേമിൻ്റെ റീപ്രൊഡക്റ്റീവ് ഓർഗൻ ആണെന്ത്? ഫ്ലവർ എന്ന് പറഞ്ഞാൽ. ഇറ്റ് മെൻറ്റ് ഫോർ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ. ആൻജിയോസ്പേംസിൽ സെക്ഷുവൽ റീപ്രൊഡക്ഷന് വേണ്ടി ഡെവലപ്പ് ചെയ്ത ഭാഗമാണ് ആര്? ഫ്ലവർ എന്ന് പറഞ്ഞാൽ. ഇൻ ആൻജിയോസ്പേംസ് ഫ്ലവേഴ്സ് ഒക്കർ സിംഗ്ലി ഓർ ഇൻ ഗ്രൂപ്പ്സ്. ശരിയല്ലേ? ആൻജിയോസ്പേംസിൽ ഫ്ലവേഴ്സ് നമുക്ക് എങ്ങനെയാണ് കാണാം? ഒന്നുകിൽ സിംഗിളി ഒറ്റക്കൊറ്റയ്ക്കായിട്ട് കാണാം, അല്ലെങ്കിൽ ഗ്രൂപ്പായിട്ട് കാണാം അല്ലേ? ഗ്രൂപ്പ് ഉദ്ദേശിച്ച പൂങ്കുലയായിട്ട് കാണാം. വെൻ എ ഫ്ലവർ അറൈസ് സിംഗിളി ഇറ്റ് ഈസ് കോൾഡ് സോളിറ്ററി ഫ്ലവർ. ശ്രദ്ധിച്ചോണേ. വെൻ എ ഫ്ലവർ അറൈസ് സിംഗിളി ഇറ്റ് ഈസ് കോൾഡ് സോളിറ്ററി ഫ്ലവർ. സിംഗിളിയാണ് എന്താ വിളിക്കുക? സോളിറ്ററി ഫ്ലവർ. ഇപ്പോൾ എക്സാമ്പിളാണ് നമ്മളെ ചൈന റോസ്. ചൈന റോസ് എന്ന് പറഞ്ഞാൽ ചെമ്പരത്തി. നിങ്ങൾ ചെമ്പരത്തി കണ്ടിട്ടുണ്ടോ? ഇതിപ്പോൾ അതിൻ്റെ ചെമ്പരത്തിയുടെ ലീഫും കാര്യങ്ങളൊക്കെ ഇപ്പം ഇങ്ങനെയാണ് പൂണ്ടായിട്ടുണ്ട്. ഇതൊരു പൂവാന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് ഒറ്റയ്ക്കൊറ്റയ്ക്കാണ് പൂവ്, അല്ലാണ്ട് ഗ്രൂപ്പായിട്ടല്ല. ഇതിനെയാണ് സോളിറ്ററി ഫ്ലവർ എന്ന് പറയുക. അപ്പോൾ വെൻ എ ഫ്ലവർ അറൈസ് സിംഗ്ലി ഇറ്റ് ഈസ് കോൾഡ് എന്താണ്? സോളിറ്ററി ഫ്ലവർ. അറേഞ്ച്മെൻറ്റ് ഓഫ് ഫ്ലവേഴ്സ് ഓൺ ദി ഫ്ലോറൽ ആക്സിസ് ഈസ് ടേംഡ് ആസ് ഇൻഫ്ലോറസൻസ്. എന്താ പറഞ്ഞേ? അറേഞ്ച്മെൻറ്റ് ഓഫ് ഫ്ലവേഴ്സ് ഓൺ ദി ഫ്ലോറൽ ആക്സിസ് അല്ലേ? ഈസ് ടേംഡ് ആസ് എന്താണ്? ഇൻഫ്ലോറസൻസ്. എന്ന് വെച്ചാൽ ഒരു ഫ്ലോറൽ ആക്സിസിൽ ഉണ്ടല്ലേ, ഒരു ആക്സിസിൽ ഇഷ്ടംപോലെ ഫ്ലവേഴ്സ് ഇങ്ങനെ അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ അതിന് വിളിക്കുന്ന പേരാണെന്ത്? ഇൻഫ്ലോറസ്. നമ്മൾ പൂങ്കുലേര് കാണുന്നില്ലേ ആ കണ്ടീഷൻ, ഇതാണെന്ത്? ഇൻഫ്ലോറസൻസ് എന്ന് പറഞ്ഞാൽ. അങ്ങനെ വരുമ്പോൾ ദി കോമൺ ആക്സിസ് ഓഫ് ഇൻഫ്ലോറസൻസ്, ആ ഇൻഫ്ലോറസൻസിൻ്റെ ആ കോമൺ ആക്സിസ് ഇല്ലേ, ദാറ്റ് ഈസ് കോൾഡ് പിഡങ്കിൾ. അപ്പോൾ ഇങ്ങനെ പറയാം, പിഡങ്കിളിലാണ് എന്ത് അറേഞ്ച് ചെയ്യുന്ന? ഫ്ലവേഴ്സ് അറേഞ്ച് ചെയ്യുന്ന ആ കോമൺ ആക്സിസിനെ വിളിക്കുന്ന പേരാണെന്ത്? പിഡങ്കിൾ എന്ന് പറയും. അപ്പോൾ ഇതാണെന്ത്? ഇൻഫ്ലോറസൻസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതൊക്കെയാണ് പറഞ്ഞത്. ഫ്ലവേഴ്സ് ആർ ദി റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ഓഫ് എന്താണ്? ആൻജിയോസ്പേം. ഇറ്റ് മെൻറ്റ് ഫോർ എന്ത്? സെക്ഷുവൽ റീപ്രൊഡക്ഷൻ. സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഡെവലപ്പ് ചെയ്ത ഭാഗമാണ്. പിന്നെയോ വെൻ എ ഫ്ലവർ ആൻജിയോസ്പേംസിൽ എങ്ങനെയാണ് കാണുക? ആൻജിയോസ്പേംസ് ഫ്ലവേഴ്സ് ഒക്കെ എന്താണ്? സിംഗ്ലി ഓർ എന്താണ്? ഗ്രൂപ്പ്സ്. ഒന്നിൽ ഒറ്റയ്ക്കൊറ്റയ്ക്ക് കാണാം, അല്ലെങ്കിൽ ഗ്രൂപ്പ്സ് ആയിട്ട് കാണാം. വെൻ എ ഫ്ലവർ അറൈസ് സിംഗ്ലി ഇറ്റ് ഈസ് കോൾഡ് സോളിറ്ററി ഫ്ലവർ. എക്സാമ്പിൾ ഏതാണോ? ചൈന റോസ്, ചെമ്പരത്തി.
പിന്നെയോ അടുത്ത് അറേഞ്ച്മെൻറ്റ് ഓഫ് ഫ്ലവേഴ്സ് ഓൺ ദി ഫ്ലോറൽ ആക്സിസ്. ഒരു ഫ്ലോറൽ ആക്സിസിൽ ഫ്ലവേഴ്സ് അറേഞ്ച് ചെയ്യുകയാണ്, ഈസ് ടേംഡ് ആസ് ഇൻഫ്ലോറസൻസ്. അങ്ങനെ വരുമ്പോൾ ദി കോമൺ ആക്സിസ് ഓഫ് ആൻ ഇൻഫ്ലോറസൻസ് ഈസ് കോൾഡ് എന്ത്? പിഡങ്കിൾ. ആ കോമൺ ആക്സിസിനെ നമുക്ക് എന്ത് വിളിക്കാം? പിഡങ്കിൾ എന്ന് പറയാം. ശ്രദ്ധിക്കുക, ബേസ്ഡ് ഓൺ ദി നാച്ചർ ഓഫ് പിഡങ്കിൾ ആൻഡ് അറേഞ്ച്മെൻറ്റ് ഓഫ് ഫ്ലവേഴ്സ് ഇൻഫ്ലോറസൻസ് ആർ ഓഫ് എന്താണ്? 2 ടൈപ്പ്. നമുക്ക് ഇൻഫ്ലോറസൻസിനെ 2 ആയിട്ട് പറയാം. എന്തിൻ്റെ ബേസിലാണ്? ബേസ്ഡ് ഓൺ ദ നാച്ചർ ഓഫ് പിഡങ്കിൾ. ആ പിഡങ്കിളിൻ്റെ നാച്ചർ എന്ത്, അതുപോലെ തന്നെ ആ പിഡങ്കിളിൽ എങ്ങനെയാണ് ഫ്ലവേഴ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്, അതിൻ്റെ ബേസ് നമുക്ക് ഇൻഫ്ലോറസൻസിനെ 2 ആക്കാം. ഒന്ന് റെസിമോസ് ഇൻഫ്ലോറസൻസ്, മറ്റൊന്ന് സൈമോസ് ഇൻഫ്ലോറസൻസ്. അപ്പോൾ ഇൻഫ്ലോറസൻസിന് എന്തായി കാറ്റഗറീസ്? 2 ആയിട്ട്. ഏതൊക്കെയാണ്? റെസിമോസും സൈമോസും. ആദ്യം റെസിമോസ് ഇൻഫ്ലോറസൻസ് ശ്രദ്ധിക്കണേ. ഇൻ റെസിമോസ് ഇൻഫ്ലോറസൻസ് ദ മെയിൻ ആക്സിസ് കണ്ടിന്യൂ ടു ഗ്രോ. എന്ന് വെച്ചാൽ അവിടെ പിടങ്ങളുടെ നാച്ചുറൽ എന്താ? അൺലിമിറ്റഡ് ഗ്രോത്താണ്. എന്ന് വെച്ചാൽ ഇതാണ് ആ പിടങ്ങൾ. ആ പിടങ്ങൾ ഇങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കുകയാണ്, അറ്റത്ത് പുതിയ മുട്ടുകൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള നാച്ചുറാണ് ഇതിൻ്റെ പിടങ്ങളിൽ ഉണ്ടാവുക റെസിമോസിന്. അപ്പോൾ ഇൻ റെസിമോസ് ഇൻഫ്ലോറസൻസ് ദ മെയിൻ ആക്സിസ് കണ്ടിന്യൂ ടു ഗ്രോ. ഒരു പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, ദ ഫ്ലവേഴ്സ് ആർ ബോൺ ലാറ്ററലി ഇൻ ആൻ അക്രോപെറ്റൽ സക്സഷൻ. അവിടെ ഫ്ലവേഴ്സ് നമുക്ക് എങ്ങനെയാണ് കാണാൻ പറ്റുക? അക്രോപെറ്റലിയാണ്. അക്രോപെറ്റൽ സക്സഷനിലാണ് എന്ത് കാണാൻ പറ്റുക? ഫ്ലവേഴ്സ് കാണാൻ പറ്റുക. എന്താ അക്രോപെറ്റൽ എന്ന് പറയുമ്പോൾ നോക്കടോ, എങ്ങർ എവിടെയാണ്? ടിപ്പിലുണ്ടാവുക. ഓൾഡർ എവിടെയാണ് ഉണ്ടാവുക? ബേസിൽ. ശരിയല്ലേ? ഓൾഡർ ബേസിലും യങ്ങർ ടിപ്പിലുമാണ് വരിക. അറ്റത്ത് പുതിയ മുട്ടൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കേസാണ് ഇത് അക്രോപെറ്റൽ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതിന് എക്സാമ്പിൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ. ഈ റെസിമോസ് ഇൻഫ്ലോറസൻസിന് എക്സാമ്പിൾ നമുക്ക് ഏതൊക്കെയാണ് കൊടുക്കാൻ പറ്റുക? റെസിമോസിന് എക്സാമ്പിൾ നമുക്ക് ഏതൊക്കെ കൊടുക്കാൻ പറ്റുക? ഒന്ന് കാഷ്യ, അറിയുന്നല്ലേ? കാഷ്യ കൊന്ന, നമ്മളെ കണിക്കൊന്നയില്ലേ ആ കണ്ടീഷൻ, കാഷ്യ. അതുപോലെ തന്നെ മസ്റ്റാർഡ്, മസ്റ്റാർഡിൻ്റെ ഫ്ലവർ ഈ കണ്ടീഷനാണ്. അതുപോലെ തന്നെ ക്രോട്ടലേറിയ, ക്രോട്ടലേറിയ എന്ന് പറയുന്നത് മഞ്ഞ കളർ പൂണ്ടാവുന്ന ചെടിയാണ്, നമ്മൾ കിലുകിലിക്ക് എന്നൊക്കെ പറയും. അതിലൊക്കെ ഏത് കണ്ടീഷൻ കാണാൻ നമുക്ക്? റെസിമോസ് ഇൻഫ്ലോറസൻസാണ് കാണാൻ പറ്റുക. ഇനി അടുത്ത് സൈമോസ്. ഇൻ സൈമോസ് ഇൻഫ്ലോറസൻസ് ദ മെയിൻ ആക്സിസ് എൻഡഡ് ഇൻ എ ഫ്ലവർ. കണ്ടോ, മെയിൻ ആക്സിസ് എവിടെ എൻഡ് ചെയ്തു? ഒരു ഫ്ലവറിൽ അങ്ങ് എൻഡ് ചെയ്യും. ഹെൻസ് ദ ഗ്രോത്ത് ഈസ് ലിമിറ്റഡ്. അങ്ങനെയാണ്, അതിൽ ഇനി തുടർന്നിന് വളരാൻ പോകുന്നില്ല, ഫ്ലവറിൽ അവസാനിച്ചു. ഇവിടെ ഫ്ലവറിൽ അവസാനിച്ചിട്ടില്ല, അറ്റത്ത് പുതിയ ഫ്ലവേഴ്സ് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്. ഇവിടെ അങ്ങനെയല്ല, ഒരു ഫ്ലവറിൽ അങ്ങ് എൻഡ് ചെയ്യും. അങ്ങനെ വന്ന് അവിടെ ഗ്രോത്ത് എന്തായി? ലിമിറ്റഡായി. പിന്നെയോ ദ ഫ്ലവേഴ്സ് ആർ അറേഞ്ച് എങ്ങനെയാ? ബേസി പെറ്റൽ ഓർഡർ. ഇത് ശ്രദ്ധിക്കുക, അറേഞ്ച് എങ്ങനെയാ? ബേസി പെറ്റൽ ഓർഡറിലാണ്. ഇത് അക്രോപെറ്റലാണ്, ഇത് ബേസി പെറ്റൽ. ബേസി പെറ്റലിൻ്റെ പ്രത്യേകത ഓൾഡർ ടിപ്പിലും യങ്ങർ ബേസിലും ആയിരിക്കും. ഇപ്പം നിങ്ങൾ നോക്കിയോ, ഇത് 3 എടുക്ക്, ഇത് ഓൾഡറാണ്, ഇത് 2 യങ്ങറാണ്. നിങ്ങൾ ഇത് 3 എടുത്തോ, ഇത് ഓൾഡറാണ്, ഇത് 2 യങ്ങർ. അപ്പോൾ യങ്ങർ എവിടെയാണ് ഉണ്ടാവുക? ബേസിലേക്ക്. ഓൾഡർ എങ്ങോട്ടാണ് ഉണ്ടാവുക? ടിപ്പിലേക്ക്. അപ്പോൾ ഇത് നേരെ ഓപ്പോസിറ്റ്. ഇതാണ് ഇത് റെസിമോസ്, സൈമോസ് എന്ന് പറഞ്ഞാൽ. ഇതിന് എക്സാമ്പിളാണോ നമ്മൾ ജാസ്മിനൊക്കെ എന്തിലാണ് വരിക? സൈമോസ് ഇൻഫ്ലോറസൻസിലാണ് വരിക. ഇതാണ് റെസിമോസും സൈമോസും. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എങ്ങനെയാണ് പറയുക? ഓൺ ദ ബേസിസ് ഓഫ് അറേഞ്ച്മെൻറ്റ് ഓഫ് ഫ്ലവേഴ്സ് അല്ലേ? അതുപോലെ ഓൺ ദ ബേസിസ് ഓഫ് നാച്ചുർ ഓഫ് പിഡങ്കിൾ. ആ പിഡങ്കിളിൻ്റെ നാച്ചുർ ലിമിറ്റഡ് ഗ്രോത്ത് ആണോ അൺലിമിറ്റഡ് ഗ്രോത്ത് അതാണ് നോക്കുന്നത്. ബേസ്ഡ് ഓൺ ദി നാച്ചുർ ഓഫ് പിഡങ്കിൾ ആൻഡ് അറേഞ്ച്മെൻറ്റ് ഓഫ് ഫ്ലവേഴ്സ് ഇൻഫ്ലോറസൻസ് ആർ ഗ്രൂപ്പ്ഡ് ഇൻറ്റു എന്താണ്? 2. ഏതൊക്കെയാ? റെസിമോസും സൈമോസും. ഇൻ റെസിമോസ് ഇൻഫ്ലോറസൻസ് ദ മെയിൻ ആക്സിസ് കണ്ടിന്യൂ ടു ഗ്രോ ആണ്, വളർന്നുകൊണ്ടേയിരിക്കുന്നു. പിന്നെയോ ദ ഫ്ലവേഴ്സ് ആർ ബോൺ ലാറ്ററലി, സൈഡിലേക്ക്. എങ്ങനെ? ഇൻ ആൻ അക്രോപെറ്റൽ സക്സഷൻ. എക്സാമ്പിൾ കാഷ്യ, മസ്റ്റാർഡ്, ക്രോട്ടലേറിയ ഒക്കെ. അടുത്ത സൈമോസ്. ഇൻ സൈമോസ് ഇൻഫ്ലോറസൻസ് ദ മെയിൻ ആക്സിസ് എൻഡഡ് ഇൻ എ ഫ്ലവർ. ഒരു ഫ്ലവറിലങ്ങ് അവസാനിക്കും. ഹെൻസ് ദ ഗ്രോത്ത് ഈസ് ലിമിറ്റഡ്. അതിന് പിന്നെ ഫർദർ ഗ്രോത്ത് ഇല്ല, ഗ്രോത്ത് ലിമിറ്റഡ് ആയി. പിന്നെയോ ദ ഫ്ലവേഴ്സ് ആർ അറേഞ്ച് എങ്ങനെയാ? ബേസി പെറ്റൽ ഓർഡർ. എങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നു? ബേസി പെറ്റൽ ഓർഡർ അറേഞ്ച് ചെയ്തിരിക്കുന്നു. എക്സാമ്പിൾ ഏതാണോ? ജാസ്മിനൊക്കെ. ഇതാണെന്ത്? ഇൻഫ്ലോറസൻസ്. അപ്പോൾ ഇതോടെ ഇൻഫ്ലോറസൻസ് നമ്മൾ എന്ത് ചെയ്തു? കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് ഒരു ഫ്ലവറിനെ കുറിച്ചും ഫ്ലവറിൻ്റെ പാർട്സും ഡീറ്റെയിൽസ് ഒക്കെയാണ്, അതൊക്കെ നമുക്ക് അടുത്ത വീഡിയോ ഡിസ്കസ് ചെയ്യാം. പിന്നെ ഈ വീഡിയോ നമ്മൾ മോഡിഫിക്കേഷൻസ് ഓഫ് ലീഫ് കംപ്ലീറ്റ് ചെയ്തു. പിന്നെ ഇൻഫ്ലോറസൻസ് നമ്മൾ എന്ത് ചെയ്തു? തുടങ്ങി വെച്ചു, അതും നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി ഒരു ഫ്ലവറിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ്, അതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് എന്ത് ചെയ്യാം? ഡിസ്കസ് ചെയ്യാം.